ഹലോ ദോസ്തോ, വെൽക്കം ബാക്ക് ടു സീരീസ് 5 മിനിറ്റ് കൊണ്ട് ഇനി നിങ്ങൾക്കും ഹിന്ദി സംസാരിക്കാൻ പഠിക്കാം. അപ്പൊ നമ്മളെ അവൻ അവൾ എന്നൊക്കെ പറയാറുണ്ട് മറ്റൊരാളെ കുറിച്ച് സംസാരിക്കുമ്പോൾ. പക്ഷെ നമ്മളുടെ ഒരു ടീച്ചർ അല്ലെങ്കിൽ നമ്മളുടെ അച്ഛൻ, പിതാവ് ഇവരെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ബഹുമാന സൂചകമായിട്ട് അവരെ അവൻ അവൾ എന്നൊന്നും വിളിക്കാറില്ല. അവരെ നമ്മൾ അവർ, അദ്ദേഹം എന്നൊക്കെയാണ് പറയാറുള്ളത് അല്ലെ. അദ്ദേഹം, ഇദ്ദേഹം എന്നൊക്കെ പറയാറുണ്ട്. ഇതിനെന്താണ് ഹിന്ദിയിൽ പറയാന്ന് നമുക്കിന്നൊന്ന് നോക്കാം. അദ്ദേഹം, അവർ, അവ എന്നൊക്കെ പറയുവാൻ ഹിന്ദിയിൽ എങ്ങനെയാണ് പറയുന്നത് നോക്കാം. വേ എന്നാണ് ഹിന്ദിയിൽ പറയാറുള്ളത്. വേ അവർ എന്നും അദ്ദേഹം എന്നും അവകൾ എന്നൊക്കെ പറയുന്നത് വേ എന്നാണ് പറയാറുള്ളത്. നമുക്ക് ചില ഉദാഹരണങ്ങളെ നോക്കാം. അദ്ദേഹം എൻ്റെ ടീച്ചറാണ്. വേ മേരെ ടീച്ചർ ഹേ. അദ്ദേഹം എൻ്റെ ഗുരുവാണ്. വേ മേരെ ഗുരുജി ഹേ. അദ്ദേഹം എൻ്റെ പിതാവാണ്. വേ മേരെ പിതാജി ഹേ. അവരെല്ലാവരും എൻ്റെ ബന്ധുക്കളാണ്. വേ സബ് മേരെ റിശ്തേദാർ ഹേ. അവരെല്ലാവരും ഇവിടെ വന്നതാണ്. വേ സബ് യഹാ ആയേ ഹേ. അവരെല്ലാവരും മുംബൈയിലാണ്. വേ സബ് മുംബൈ മേ ഹേ. അവരെല്ലാവരും ഒരുമിച്ചാണോ വന്നത്? വേ സബ് സാത്ത് മേ ആയേ ഹേ ക്യാ? അദ്ദേഹം നല്ലൊരു ഗായകനാണ്. വേ അച്ഛാ ഗായക് ഹേ. അദ്ദേഹം നല്ലൊരു ക്ലാസ് ടീച്ചറാണ്. വേ അച്ഛാ एक क्लास टीचर हैं. അദ്ദേഹം വളരെ വലിയൊരു മനുഷ്യനാണ്. वे बहुत बड़ा आदमी हैं. അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ്. वे बहुत अच्छा आदमी हैं. അദ്ദേഹം എൻ്റെ ഗുരുവാണ്. वे मेरे गुरुजी हैं. ഇനി ഇദ്ദേഹം, ഇവർ, ഇത് എന്ന് പറയുവാൻ ഹിന്ദിയിൽ എന്താണ് പറയാന്ന് നമുക്ക് നോക്കാം. ഇദ്ദേഹം, ഇവർ, ഇവ എന്നിവയ്ക്ക് നമ്മൾ ഹിന്ദിയിൽ യേ എന്ന പ്രയോഗമാണ് ഉപയോഗിക്കുന്നത്. യേ. ഓക്കെ, ഇതിന് ചില ഉദാഹരണങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഇദ്ദേഹം എൻ്റെ അധ്യാപകനാണ്. യേ മേരെ ഗുരുജി ഹേ. ഇദ്ദേഹം വലിയൊരാളാണ്. യേ ഏക് ബഡാ ആദ്മി ഹേ. ഇദ്ദേഹം മുംബൈയിലാണ്. യേ മുംബൈ മേ ഹേ. ഇദ്ദേഹം ഒരു നേഴ്സാണ്. യേ ഏക് നഴ്സ് ഹേ. ഇദ്ദേഹം ഒരു ഡോക്ടറാണ്. യേ ഏക് ഡോക്ടർ ഹേ. ഇദ്ദേഹം ഒരു അധ്യാപകനാണ്. യേ ഏക് അധ്യാപക് ഹേ. ഇനി നമുക്ക് ഇവർ എന്ന ഉപയോഗം എങ്ങനെയാണെന്ന് നോക്കാം. ഇവരെല്ലാവരും മുംബൈയിലാണ്. യേ സബ് മുംബൈ മേ ഹേ. ഇവരെല്ലാവരും എൻ്റെ ബന്ധുക്കളാണ്. യേ സബ് മേരെ റിശ്തേദാർ ഹേ. ഇവരെല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. യേ സബ് മേരെ ദോസ്ത് ഹേ. ഇവരെല്ലാവരും എപ്പോഴാണ് വന്നത്? യേ സബ് കബ് ആയേ ഹേ. ഇവരെല്ലാവരും എന്തിനാ വന്നത്? യേ സബ് ക്യൂ ആയേ ഹേ. ഇവരെല്ലാവരും എന്താ പറയുന്നത്? യേ സബ് ക്യാ കഹ് രഹേ ഹേ. നമ്മൾ ഏറ്റവും സീറോയിൽ നിന്ന് ഹിന്ദി സംസാരിക്കാൻ പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഉദാഹരണങ്ങളാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇനിയും ചില ഉദാഹരണങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഇവരെല്ലാവരും എൻ്റെ മക്കളാണ്. യേ സബ് മേരെ ബच्चे ഹേ. ഇവരെൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയുമാണ്. യേ മേരെ ദാദാ ഓർ ദാദി ഹേ. ഇവരെൻ്റെ ബ്രദേഴ്സാണ്. യേ മേരെ ഭായിയാ ഹേ. ഇവരെൻ്റെ സിസ്റ്റേഴ്സാണ്. യേ മേരെ ബഹനെ ഹേ. ഇവരെൻ്റെ കൊളീഗ്സാണ്. യേ മേരെ കൊളീഗ്സ് ഹേ. അപ്പൊ നമുക്ക് ഇത്രയുമാണ് ഇദ്ദേഹം, ഇവർ എന്നുപയോഗിച്ചുള്ള സെന്റൻസുകൾ പഠിക്കാനുണ്ടായിരുന്നത്. ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു. വളരെ ബേസിക് ആയിട്ടുള്ള ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് അധികം എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മിൽത്തെ ഹേ അഗ്ലേ വീഡിയോ മേ. തബ് തക് കെ ലിയേ बहुत धन्यवाद, शुक्रिया.